ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് കുറച്ച് പാലക്കാടൻ സ്പെഷ്യൽ സദ്യ സ്പെഷ്യൽ റെസിപ്പീസ് കാണാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഏത്തപ്പഴമാണ്. ഒരു നേന്ത്രപ്പഴം 3ആയിട്ട് കട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ ഒരു 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉരുളിയൊക്കെ ഉണ്ടെങ്കിൽ ഉരുളിയിൽ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ കൂടുതൽ നല്ലത്. ഇനി നമുക്കിത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒരുപാട് ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ആ വെള്ളത്തിൽ കിടന്നത് നന്നായിട്ട് വെന്ത് വരണം. ചിലർ തേങ്ങാപ്പാലിലാണ് വേവിച്ചെടുക്കുന്നത്, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. അപ്പം എന്താ വെള്ളം ഒഴിച്ചു, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഇതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ അത്യാവശ്യം പഴം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരുപാടങ്ങ് ഉടഞ്ഞു പോകുന്ന പരുവം ആവരുത്, എന്നാൽ നന്നായി വേവുകയും വേണം കേട്ടോ. അത്യാവശ്യം പഴുത്ത പഴം എടുക്കാം, ഓവർ പഴുത്ത പഴം എടുക്കണ്ട. ഇനി ഇതിനകത്തേക്ക് ഞാൻ ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 അച്ച് ശർക്കര പാനിയാക്കി വെച്ചു. കുറച്ച് നല്ല തിക്കായിട്ടുള്ള ശർക്കര പാനിയാണ് കൂടുതൽ നല്ലത്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ലൂസായിട്ടുള്ള ശർക്കര പാനി ഇരുന്നത് കൊണ്ട് ഞാൻ അത് ഒഴിച്ചു എന്നേ ഉള്ളൂ. ഇച്ചിരി തിക്കായിട്ട് ഒഴിക്കുന്നതാണ് കൂടുതൽ നല്ലത് കേട്ടോ. ഇനി ഈ ശർക്കര പാനിയിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് ആ ശർക്കരയൊക്കെ നന്നായിട്ട് അതിലേക്ക് പിടിക്കണം കേട്ടോ. അതുവരെ നന്നായി തിളച്ച് വരട്ടെ. നല്ല പോലെ തിളച്ച് വരണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. മുകളിലോട്ടൊക്കെ ശർക്കര പാനി കുറച്ച് മുകളിലേക്കൊക്കെ ഒഴിച്ച് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ല ഭാഗത്തും നന്നായിട്ട് പിടിക്കണം. ശർക്കര പാനിയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്തതൊന്ന് കുറുകി വരുന്ന സമയത്ത് ഏകദേശം 1/2 കപ്പോളം തേങ്ങാപ്പാൽ, അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ എടുക്കുക കേട്ടോ. അതുകൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അതിൽ കിടന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം. ഈ സമയത്ത് ഏലക്കായും ഒരു നുള്ള് ചെറിയ ജീരകവും അതുപോലെ തന്നെ ചുക്കും കൂടി ചേർത്തിട്ട് പൊടിച്ചെടുക്കുക. കുറച്ച് പഞ്ചസാര ഇട്ട് പൊടിച്ചെടുത്താൽ മതി. അതൊരു 1/2 ടീസ്പൂണിൽ താഴെ, ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാവും കേട്ടോ. അതുകൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പഴം നന്നായിട്ട് വേവണം കേട്ടോ. വെന്തതിന് ശേഷം മാത്രമേ ശർക്കര പാനി ചേർത്ത് കൊടുക്കാവൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ പഴന്നൂർക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇരിക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് തിക്കാവും കേട്ടോ. ഈ ഒരു പരുവത്തിൽ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. പഴന്നൂർക്കും പപ്പടവും കൂടി ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് ലാസ്റ്റ് കുറച്ച് നെയ്യ്, ഒരു 1-2 ടീസ്പൂൺ നെയ്യ് അങ്ങനെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതുകൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. മതിയാവും. ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഇരിക്കുമ്പോൾ ഒന്നുകൂടി തിക്കാവും. ആ ഒരു ഇത്തിരി ഗ്രേവിയോട് കൂടി കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അങ്ങനെ എടുത്ത് വെച്ചിട്ട് കുറച്ച് പപ്പടമൊക്കെ ആയിട്ട് ഞെരടി കഴിക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആയിട്ടുണ്ട്, നമ്മുടെ പഴന്നൂർക്ക് തയ്യാറായിട്ടുണ്ട്. സദ്യയിലെ ഒരു പ്രധാന വിഭവമാണ് കേട്ടോ. അപ്പോൾ അത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ എടുത്ത് നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. കാരണം കുറച്ച് നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ആവശ്യത്തിന് കറിവേപ്പിലയും 2 പച്ചമുളകും. ഇനി ഇതിനകത്തേക്ക് തേങ്ങയുടെ 2ആം പാലാണ്. 1 കപ്പോളം തേങ്ങയുടെ 2ആം പാലും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. 2ആം പാലോ 3ആം പാലോ അങ്ങനെ ഒഴിക്കാം, തിക്കായിട്ടുള്ള പാലല്ല. അപ്പോൾ ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ കിടന്ന് നന്നായിട്ട് കുമ്പളങ്ങ വേവണം, എന്നാൽ ഉടഞ്ഞു പോകാനും പാടില്ല. കുമ്പളങ്ങ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വരുമ്പോഴേക്കും ഒരു 1/2 കപ്പോളം വൻപയറാണ് നേരത്തെ തന്നെ ഒരിത്തിരി ഉപ്പിട്ട് വേവിച്ച് വയ്ക്കുക. അത് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ നല്ല കനം കുറച്ച് നൈസായിട്ട് അരിഞ്ഞെടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിനകത്തേക്ക് തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പ് തികച്ചെടുക്കണ്ട, അത് നിങ്ങളുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് എടുക്കാം. ഒരുപാട് വെള്ളം പോലെ ആവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓഫ് ചെയ്തതിന് ശേഷം തേങ്ങാപ്പാൽ 1ആം പാൽ ചേർത്ത് കൊടുക്കുക. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് അങ്ങനെ തന്നെ അടച്ച് വയ്ക്കുക കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. നല്ല ടേസ്റ്റാണ്. ഓലനാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുമ്പളങ്ങ എത്ര എടുക്കുന്നോ അതിൻ്റെ സെയിം അളവിൽ നമുക്ക് മത്തങ്ങ എടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മളെടുത്ത കുമ്പളങ്ങയുടെ പകുതി കുമ്പളങ്ങ എടുത്താൽ മതി. അതിൻ്റെ സെയിം അളവിൽ പകുതി മത്തങ്ങയും കൂടെ എടുത്തിട്ട് അത് രണ്ടും നല്ല കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് വൻപയർ ചേർത്ത് 1ആം പാൽ ഒഴിച്ച് താളിച്ചെടുക്കുക കേട്ടോ. അതും നല്ലതാണ്, ഒരു കളർഫുള്ളായിരിക്കും കുറച്ചുകൂടി. അപ്പോൾ അത് ഇത്തിരി കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പയറും കുമ്പളങ്ങയും കൂടി ഓലൻ തയ്യാറായിട്ടുണ്ട്. ഇത് ഞാൻ പാലക്കാട് വന്നതിന് ശേഷമാണ് കേട്ടോ കഴിക്കുന്നത്. ഞങ്ങളുടെ കൊല്ലത്തൊന്നും ഈ ഒരു റെസിപ്പി ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒക്കെ ഉണ്ടോയെന്നറിയില്ല, പണ്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് മാറ്റി വെച്ചു. ഇനി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് മീഡിയം വലുപ്പത്തിലുള്ള 2 പച്ച നേന്ത്രക്ക നല്ല ചെറുതായിട്ട് അരിഞ്ഞതും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില.
ഓലനിൽ നമ്മൾ പച്ചമുളകും ഒരുപാട് ചേർക്കില്ല കേട്ടോ, ഒരുപാട് എരിവുണ്ടാവില്ല. അപ്പോൾ ഇതൊന്ന് വെന്ത് വരുന്ന സമയത്ത് ഒരു പിടി തേങ്ങ എടുക്കുക, ഒരു 3-4 ചെറിയ ഉള്ളി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഇത്രയും എടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം. അപ്പോൾ ഇതിലും ഇതുപോലെ തന്നെ ഞാൻ മീഡിയം ടൈപ്പ് 2 പച്ചക്കായാണ് എടുത്തത്. അപ്പോൾ എന്താ, വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് വറ്റി വരുന്ന സമയത്ത് നമ്മൾ അരച്ച കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അരയ്ക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് അരയ്ക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളം കുറച്ച് ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. വെള്ളത്തിൻ്റെ അളവ് ഒന്ന് ബാലൻസ് ചെയ്യുക, ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഇനി നന്നായിട്ട് തിളച്ച് ആ തേങ്ങയുടെ പച്ച അരപ്പിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറി ഒന്ന് തിക്കായിട്ട് വരണം. അപ്പോൾ ഇതിൽ നമ്മൾ 2 കായാണല്ലോ എടുത്തത്, മീഡിയം വലുപ്പത്തിലുള്ള 2 കായ. നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഒരു പച്ചക്കായ എടുത്തതിന് ശേഷം അതിൻ്റെ സെയിം അളവിൽ ഒരു ചെറിയ കഷ്ണം ചേന കൂടി ഇതുപോലെ അരിഞ്ഞിട്ട് രണ്ടും ഒരുമിച്ച് വേവിച്ചെടുത്താലും നല്ലതാണ് കേട്ടോ. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അത് നന്നായിട്ട് അരപ്പൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഏകദേശം 250 ml കപ്പിന് 1 കപ്പോളം തൈര് ചേർത്ത് കൊടുക്കുക. ആദ്യം ഒരു 1/4 കപ്പ് ചേർക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത്യാവശ്യം തിക്നെസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മതി. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ലൂസാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ തൈര്. ഒരുപാട് അങ്ങ് ലൂസാക്കരുത്. നമ്മൾ വെള്ളം ഒഴിച്ചൊക്കെ ഒരുപാട് വേവിച്ച് കഴിയുമ്പോൾ അതിൽ കുറച്ച് ലൂസായിട്ട് വരും. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ള് ഉലുവ പൊടിച്ച പൊടി, വറുത്ത് പൊടിച്ച പൊടിയും കൂടി ചേർത്തു. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തൈര് ചേർക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഞാൻ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം തൈര് ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യും. അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കും. ഒരു നുള്ള് ഉലുവാപ്പൊടിയും 1 ടീസ്പൂൺ നെയ്യും ചേർക്കുക കേട്ടോ, അത് മറക്കണ്ട. ഓഫ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ച് കടുകിട്ട് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി താളിച്ച് നമ്മുടെ കാളനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാളനിൽ ഞാൻ പറഞ്ഞ പോലെ വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചക്കായും ഒരു ചെറിയ കഷ്ണം ചേനയും കൂടി എടുക്കാം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ പച്ചക്ക മാത്രം വെച്ചിട്ടും ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഒരുപാട് ലൂസാവരുത്, തിക്കായിട്ടിരിക്കണം. അപ്പോൾ ഇത് തലേ ദിവസം രാത്രിയൊക്കെ ചെയ്ത് വെക്കുന്നതാണ് കൂടുതൽ നല്ലത്. പിറ്റേ ദിവസം നമ്മുടെ സദ്യയുടെ സമയമാകുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ്, നല്ല കുറുകിയിരിക്കും. ഓവർ പുളിയുള്ള തൈര് എടുക്കരുത്, തീരെ പുളിയില്ലാത്ത തൈരായാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അത്യാവശ്യം പുളി വേണം. അധികം പുളിയുള്ള തൈരാണെങ്കിൽ ഒരു നുള്ളു പഞ്ചസാര കൂടി ചേർക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കാളൻ തയ്യാറായിട്ടുണ്ട്. അധികം വെള്ളം ഒഴിച്ച് വേവിക്കരുത്. അതുപോലെ തന്നെ അരപ്പിലും ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കാരണം നമ്മൾ തൈര് ചേർക്കുമ്പോൾ ഒരുപാട് ലൂസായിപ്പോവും. ഇത് കുറച്ച് തിക്കായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ അത് മാറ്റി വെച്ചു. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു പച്ചനേന്ത്രക്കായും, അത്യാവശ്യം വലുപ്പമുള്ള ഒരു പച്ചനേന്ത്രക്ക, അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ചേന, ഏകദേശം 1/2 കപ്പോളം വരെ നല്ല ചെറുതായിട്ട് അരിഞ്ഞത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില, ഇത്രയും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അത്യാവശ്യം വലുപ്പമുള്ള ഒരു പച്ചനേന്ത്രക്ക, ഒരു ചെറിയ കഷ്ണം ചേന അരിഞ്ഞു വരുമ്പോൾ ഒരു 1/2 കപ്പോളമൊക്കെ ഉണ്ടാവും കേട്ടോ. നല്ല ചെറുതായിട്ട് അരിയുക, ഒരുപാട് വലുതാക്കി അരിയരുത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ചില ചേനയ്ക്ക് നല്ല വേവ് ഉണ്ടാവും, അതുകൊണ്ട് തന്നെ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ രണ്ടും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നന്നായിട്ട് തിളച്ച് വെന്ത് വരട്ടെ. വെന്ത് വരുന്ന സമയത്ത് ഏകദേശം ഒരു 1/4 വേവോളം ആകുമ്പോഴാണ് ഞാനിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം ചില ചേനയാണെങ്കിൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ വേവാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അതൊരു 1/4 വേവാകുമ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഏകദേശം ഒരു 1/4 വേവാകുമ്പോഴേക്ക് ഇതിനകത്തേക്ക് അര കപ്പ് കടല, കുറച്ച് വെള്ളം ഒഴിച്ച്, കുതിർത്ത കടലയാണ് 1/2 കപ്പ് കുതിർത്ത കടല, 1/2 കപ്പ് കടല എടുക്കുക, കുതിർത്ത് വയ്ക്കുക. അതിനുശേഷം കുതിർന്ന് കഴിയുമ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളവും കുറച്ച് മുളക് പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചെടുത്ത് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ നമ്മുടെ കായും ചേനയും ഏകദേശം 1/4 വേവാകുമ്പോൾ നമ്മുടെ കടല കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ബാക്കി കൂടി അത് വെന്ത് വരട്ടെ. ഈ സമയത്ത് നമുക്ക് എൻ്റെ അരപ്പ് തയ്യാറാക്കി എടുക്കാം. ഒരു പിടി തേങ്ങ എടുക്കുന്നുണ്ട്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് കുറച്ച് കുരുമുളക് പൊടി, അല്ലെങ്കിൽ ഒരു 3-4 കുരുമുളക് ഇട്ടാലും മതി, ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. അതുകൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ച് കൊണ്ടുവരാം. ഇത്തിരി വെള്ളം ഒഴിച്ച് അരച്ചാൽ മതി, ഒരുപാട് അങ്ങ് അരഞ്ഞു പോകണ്ട. തോരൻ്റെ പരുവത്തേക്കാൾ കുറച്ചുകൂടി അരയണം, എന്നാൽ അങ്ങ് ഫൈനായിട്ട് മഷി പോലെ അരയാനും പാടില്ല കേട്ടോ. തോരൻ്റെ പരുവമല്ല, അതിൽ ഇത്തിരി കൂടി അരയണം, എന്നാൽ മഷി പോലെ ആവുകയും ചെയ്യരുത്, പേസ്റ്റ് പോലെ അരച്ചെടുക്കുകയും ചെയ്യരുത് കേട്ടോ. അത്യാവശ്യം ഒന്ന് അരഞ്ഞ് കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 വേവാകുമ്പോൾ വേണം ഉപ്പും ചേർത്ത് കടലയും ചേർത്ത് കൊടുക്കാൻ. വേവിച്ച് വെച്ച കടലയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തത്. അപ്പോൾ നന്നായിട്ട് തിളക്കട്ടെ.
തിളച്ച് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നന്നായിട്ട് കുറുകി വരണം. ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഇത്തിരി ശർക്കര ചേർത്ത് കൊടുക്കണം. ഓപ്ഷണലാണ്, ചില സ്ഥലങ്ങളിൽ ചേർക്കാറുണ്ട്. ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണൊക്കെ പൊടിച്ച ശർക്കരയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ പൊടിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ തിളയ്ക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടും. അപ്പോൾ നല്ല ശർക്കര പൊടിയൊക്കെ ആണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ചേർക്കാം. അധികം മധുരം ഇഷ്ടമല്ലാത്തവർക്ക് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഓപ്ഷണലാണ്, വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. പക്ഷെ ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച ശർക്കരയൊക്കെ ഒന്ന് ഉരുക്കി ഒന്ന് തിക്കായിട്ട് വരണം. അപ്പോൾ ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഡ്രൈ ആയി വരുന്നുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം, ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം, വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ കേട്ടോ. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചു. കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു നുള്ള് ഉഴുന്നാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഉഴുന്നും കൂടെ ഒന്ന് റോസ്റ്റായി വരട്ടെ, കളറൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കുക. ഒരു 1.5 പിടിയോളം തേങ്ങ അത്രത്തോളം വറുത്ത് ചേർക്കുന്നോ അത്രത്തോളം ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ കൂട്ടുകറിക്ക്. ഇനി ഇത് നല്ല പോലെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം എടുത്ത് വറുത്തെടുക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും, പക്ഷേ ഒരു കയ്പ്പ് രസം വരും കേട്ടോ, കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വറുത്തെടുക്കാം. നല്ല പോലെ മൂപ്പിച്ചെടുക്കണം കേട്ടോ തേങ്ങ. അപ്പോൾ അതാ നമ്മുടെ തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. കരിഞ്ഞിട്ടൊന്നുമില്ല. ഫ്ലെയിം കുറച്ച് വെച്ച് സമയം എടുത്ത് തന്നെ ചെയ്യുക. തേങ്ങ മൂത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. കടലയും ചേനയും പച്ചനേന്ത്രക്കായും കൂടെയുള്ള കൂട്ടിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്ത് സൂപ്പർ ടേസ്റ്റുള്ള റെസിപ്പിയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യാം കേട്ടോ. നമ്മുടെ കൂട്ടുകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ വക റെസിപ്പീസൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ, റിപ്ലൈ തരുന്നതായിരിക്കും. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.